ഇമാമിങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി പറയും, അവരോരോന്നിങ്ങനെ പറയും. ഇവര് മാറ്റിപ്പറിച്ചിട്ട് തുടങ്ങിയപ്പോൾ ആകെ പ്രശ്നമായല്ലോ. അപ്പൊ ചോദ്യം ചെയ്തപ്പോൾ പറയാണ്, ഞങ്ങൾ മാത്രമൊന്നല്ല മാറ്റി പറഞ്ഞു, ഓല് മാറ്റി പറഞ്ഞേക്കണം. ഓല് മാറ്റി പറഞ്ഞിട്ട് ഓല് വലിയ ആൾക്കാർ തന്നെയല്ലേ. ഓല് മാറ്റി പറഞ്ഞിട്ട് ഓല് കൊളായിക്കണമെങ്കിൽ നിങ്ങൾ ഏതായാലും കൊളായി. ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മുഴുവനും, അറിയപ്പെട്ട ആലിമീങ്ങൾ മുഴുവനും, മുജ്തഹിദുകൾ മുഴുവനും അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് എന്നും ഒരേ അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും വളരെ വ്യക്തമായി, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹനീഫ. ആ അബൂ ഹനീഫ ഇമാം പറഞ്ഞത് എന്താ? ഫഇന്നനാ ബശറുൻ നഖൂലുൽ ഖൗലൽ യൗമ വനർജിഉ അൻഹു ഗദാ. അതെ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഇന്ന് ഞാനൊരു വാക്ക് പറയും, വനർജിഉ അൻഹു ഗദാ, നാളെ ഞാനത് മാറ്റിപ്പറയുമെന്ന് അബൂ ഹനീഫത്തുൽ കൂഫി. ആലോചിക്കാൻ അതിന്റെ വസ്തുതകളൊക്കെ പിന്നെ പറയുക, സമയം നീണ്ടു പോകും. ഞാനിത് ഇതിനു വേണ്ടി മാത്രം ഇട്ടതാ എന്ന് പറഞ്ഞാലേ, ഇവനക്ക് നാളെ മാറ്റി പറയണം. അപ്പൊ സമൂഹത്തെ സെറ്റ് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഇതിന്റെ അപകടം. ഇവൻ ഈ ആളുകളെ മുന്നിലേക്ക് എത്തിച്ചത് എന്ത് പറഞ്ഞിട്ടാ? അതെ, ഈ മദ്ഹബിന്റെ പിന്നാലെ നടക്കണ്ട, അവര് മാറ്റി പറയൂട്ടാ, ഇങ്ങോട്ട് പോരി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയപ്പോ ഇവർക്ക് ഇത് എന്നും ഒന്ന് പറയാൻ കഴിയണില്ല, ഇവർ മാറുകയാണ്. വല്ലാതെ മാറിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ അവിടെ നിന്ന് മാറും തന്നെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിങ്ങൾ മാറുകയാണല്ലോ. അപ്പൊ അവര് വേറെ വിഷയമുണ്ട്, അവര് വലിയ ആളുകളാണ്. ആര്? അവർ. നിങ്ങൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോന്നത്? അവർ വലിയ ആളുകളാണ്. അവര് മാറ്റി പറഞ്ഞില്ലേ, പിന്നെന്താ നമുക്ക് മാറ്റി പറഞ്ഞാല്? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിഡ്ഢികൾ എവിടേക്കാ എത്തിയവര്. അപ്പൊ ഇവര് മേത്തേക്ക് എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്. ഒരാളതല്ല, ഇത് സക്കരിയ സ്വലാഹിയും സെയിം റോള് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 2 ക്ലിപ്പ് ഇത് മാത്രം ശരിക്കും ഇട്ടാൽ കാര്യം മനസ്സിലാവും. എന്നാൽ ഇതാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞതും ഇമാമിങ്ങളായ മുജ്തഹിദുകൾ പറഞ്ഞ വാക്കിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അവരാരാണ്? ഇതെന്തു ബന്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് എനിക്കും അറിയാം, ഞമ്മക്കും പരിചയമുണ്ടെന്ന് ഞാഞ്ഞോള് പറഞ്ഞ മാതിരിയാണ്. മൂർക്കം പാമ്പ് കടിച്ചപ്പോഴേ ഞാഞ്ഞോള് പറഞ്ഞില്ലേ, നമ്മളെ ടീമിൽപ്പെട്ട ഫാമിലി പെട്ടതാണ്, അതും പാമ്പ് ഞാനും പാമ്പ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ബന്ധവും ഇവർക്കിടയിലില്ല. ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് ഖദീമും ജദീദുല്ലേ, പിന്നെന്താ എനിക്കുണ്ടായാല് എന്നാണ് ഇവർ ചോദിക്കണതെങ്കിൽ എവിടെ എത്തി ഇവരുടെ അവസ്ഥ? നിങ്ങൾ ആലോചിക്കാൻ. എത്ര പഠിച്ചാലും അയാളെ വിജ്ഞാനം തീരുന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ വിജ്ഞാനം വീണ്ടും വികസിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചില അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടത്. ഞാൻ പണ്ട് പറഞ്ഞ ജഹാലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറയല്ല. എടോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൗലും ഖദീമും കൗലും ജദീദും ഉണ്ടായത് എങ്ങനെയാ? പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം ഇല്ലേ മദ്ഹബിൽ? എങ്ങനെ? എന്താ അത് കാരണം? പഴയ അഭിപ്രായം എന്ന് പറയുന്നത് പണ്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. ഇയാൾക്കൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിന്നീട് പുതിയ അഭിപ്രായം ഉണ്ടാകാൻ കാരണം മുമ്പ് കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടിയപ്പോ പഴയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ച് അദ്ദേഹം തിരുത്താതിരുന്നില്ല. പഴയ അഭിപ്രായങ്ങൾ തിരുത്തി. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളിൽ 2 തരം അഭിപ്രായങ്ങൾ കാണാം, ഖൗലുൻ ഖദീം, ഖൗലുൻ ജദീദ്. ആരെങ്കിലും ഇമാം ഷാഫിയെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ടോ? ഇത് മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഒരു തെറ്റ് നമുക്ക് മുമ്പ് ആരെങ്കിലും ഇമാം ഷാഫിനെ എല്ലാം പറയുമോ? ഷാഫി മദ്ഹബ് സ്വീകരിച്ച് അശ്അരി തുരീഖിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ഒരു മഹാനെന്ന് തോന്നില്ല കണ്ടാല്. മുമ്പ് ചോദിക്കണോക്കാണ്, ആരെങ്കിലും ഷാഫി ഇമാമിനെ പറ്റി എന്തെങ്കിലും പറയുമോ? ഈ കണ്ട കാലം വരെ പറഞ്ഞിട്ട് ഈ പിത്തന മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തിരിച്ചടിക്കണോ? സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങല്, അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത്. അദ്ദേഹം മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങല്, അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത്. പേരോട് ഉസ്താദിനെ പറ്റിയാണ് ഈ പറയണത്. അതാണ് പേരോട് ചെയ്യണതെന്ന് ഇപ്പൊ പറഞ്ഞത്. പേരോട് ഉസ്താദ് പറഞ്ഞപ്പോഴേ ടെൻഷനായിട്ട് ചൂടായതാണ്. ടെൻഷൻ അടിച്ചിട്ട് അപ്പൊ ഷാഫി ഇമാമൊക്കെ മഹാനായി, അബൂ ഹനീഫ ഇമാം മഹാനായി, മുൻഗാമികളൊക്കെ വലിയ സംഭവമായി. മൂപ്പരൊരു സൂഫി ആയിട്ടാണ് മാറി. മേത്തക്കിട്ട് എടുക്കുമ്പോൾ സൈക്കൂല അവർക്ക്. അപ്പൊ സ്വയം ആളാവാനാണ്
ഇവരിതൊക്കെ ചെയ്തതല്ലാതെ വേറൊരാളോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഓൽക്ക് ഓല വലിയ ഇഷ്ടം. ആകെ ഞാൻ വായിച്ചെടുത്താണ്, ഞാൻ ചുരുക്കി പറയണം കേട്ടോ. സ്വഹാബത്തിനെ നിങ്ങൾ പഠിക്കുമ്പോൾ, താബിഈങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ഓരോ ഉപ്പാക്കും ഓരോ തുരീഖത്താണ്, ഓരോ ഉമ്മാക്കും വേറെ 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 ശൈലികളാണ്. സ്വാഭാവികമായും ഉപ്പ എന്നും ഒരു ജുസ് സുബഹിക്ക് ശേഷം ഓതുമ്പോ അത് കണ്ടുപഠിച്ച മകനും ഒരു ജുസ് അങ്ങനെ ഓതും. ആ പേരക്കുട്ടികളെല്ലാം അത് ശൈലിയാക്കി, അത് ശീലമാക്കി. അങ്ങനെ ഒരു കുടുംബം ഒരു ജുസ് എന്നും ഓതിക്കൊണ്ടിരിക്കും. അത് സുബഹി നിസ്കരിച്ച് ഓതിയിട്ടേ അവർ എഴുന്നേൽക്കാറുള്ളൂ. അത് ആ ഉപ്പയിൽ നിന്ന് ആ മക്കളിലേക്ക് കിട്ടി. ആ കുടുംബങ്ങളെല്ലാം അത് സ്വീകരിച്ചു പോന്നു. 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ് ആരോ ഒരാള് ഏതോ ഒരു പ്രസംഗം കേട്ട് ഈ കുടുംബത്തേക്ക് പുതിയതായി കടന്നു വന്നപ്പോ സുബഹി നിസ്കരിച്ച് എല്ലാവരും ഖുർആൻ എടുത്തു വെച്ചൊരു ജുസ് ഓതുന്നത് കാണുന്നു. ഇവനക്ക് എന്തെന്നില്ലാത്ത പ്രയാസം. ഇവൻ പെട്ടെന്ന് ചോദിക്കുന്നു, ഖുർആൻ ഓതുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ബിദ്അത്ത് വേണ്ട. എന്താണ് ബിദ്അത്ത്? എല്ലാവരും സുബഹി കഴിഞ്ഞാൽ ഒരു ജുസ് ഓതണമെന്ന് ഏത് കിതാബിലാ പറഞ്ഞേ? സ്വഹാബത്തിന്റെ മാതൃക ഇപ്പൊ പറയണം, അത് ബുഖാരി എന്ന് തന്നെ ഉദ്ധരിക്കണം. അത് ഇപ്പൊ കിട്ടണം. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ അതാണ് അവരുടെ പ്രശ്നം. ഇപ്പൊ കിട്ടണം ബുഖാരി എന്ന്. സ്വാഭാവികമായും കൂട്ടത്തിൽ നിന്ന് വേറൊരു കുട്ടി പറഞ്ഞ മാതിരി മാതൃക ഇല്ലാതെ മതപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണോ? അപ്പൊ ഖുർആൻ ഓതാൻ വിശുദ്ധ ഖുർആൻ തന്നെ ഇഷ്ടം പോലെ പറഞ്ഞതല്ലേ. ഖുർആൻ ഓതലിന് ആർക്കും തർക്കമില്ലല്ലോ. ഖുർആൻ ഓതണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങളെ തെറ്റിദ്ധാരണ. ഇവിടെയാണ് പ്രശ്നം. ഖുർആൻ ഓതണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെ കുറിച്ച് അപരാധം പറയരുത്. വിധങ്ങളെ മദ്ഹ് പറയണ്ട, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വലാത്തില്ല പറഞ്ഞിട്ടില്ല. ദിക്റില്ല, ഞങ്ങൾ പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ പൊളിഞ്ഞില്ലേ? അത് പറഞ്ഞാൽ പിന്നെ പൊളിഞ്ഞില്ലേ? അത് പറയില്ല. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല. ഇത് നിങ്ങൾ പറയും. ഏത് തൽക്കാല കുടുംബത്തിൽ 3-4 ആൾക്കാരും അവന്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, അതെ ഓതാൻ ഞാൻ റെഡിയാണ് ഇപ്പ, ഇതുവരെ ഞാൻ ഇങ്ങനെ ഓതി, പക്ഷേ ബുഖാരി ഉണ്ടെങ്കിൽ നാളെ ഞാൻ ഉണ്ട്, ബുഖാരി ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാനില്ല. സ്വാഭാവികമായും അവരത് പറഞ്ഞപ്പോൾ എന്റെ പെണ്ണുങ്ങളും അതിന്റെ കൂടെ കൂടി, അവന്റെ കുട്ടികളും അതിന്റെ കൂടെ കൂടി, ഒരു പുതിയ സംഘടനയായി ഒരു കോഴിക്കോട് സമ്മേളനം ഉണ്ടായി. സ്വാഭാവികം. അതിന് എന്ത് ചെയ്യാനാ? നിങ്ങൾ തിരിച്ചു സഞ്ചരിക്കുമ്പോൾ കൂടെ വരണം. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ കൂടെ വരൂ. നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ ജീവിതത്തിൽ 5 വക്ത് നിസ്കരിച്ചാൽ മതിയോ? 5 വക്ത് നിസ്കരിച്ച് നോമ്പ് പോറ്റ് ഒരു മനുഷ്യർക്ക് വേറെ ഒന്നുമില്ലേ ജീവിതത്തിൽ ചെയ്യാൻ? ദിക്റിയല്ലുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ. സ്വഹാബത്ത് ജീവിതത്തിൽ ഇത് മാത്രം ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, മതപരമായിട്ട് വേറൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഓക്കെ ഖലാസ്. അല്ല, അവർ വേറെ പലതും ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇനി നമുക്കും പലതും ചെയ്യണം എന്നാണല്ലോ. എന്താണ് എന്നല്ല, മുഴുവൻ സമയവും ചെയ്യണം എന്നാണ്. ഒരു ടൈമും മാറ്റിവെക്കാൻ ഒരു അബ്ദിന് പറ്റില്ല. എല്ലാ സമയവും അവൻ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം. ഫോളോ അപ്പ് വേണ്ടേ? അപ്പൊ എന്തിനാ ഫോളോ ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. ഒരു ഫീൽ, ഒരനുഭവം അവരിൽ നിന്ന് മറ്റൊരുത്തരിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഒരനുഭവം കൈമാറ്റം ചെയ്തു പോന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് ഉള്ള, നമ്മളൊക്കെ ഇരിക്കുമ്പോൾ വ്യത്യസ്ത ഭാവം, വ്യത്യസ്ത കുടുംബ പശ്ചാത്തലം, കടം, സാമ്പത്തിക ശേഷി, കച്ചവടം, പഠനം, എല്ലാം പല ലോകത്താണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു അനുഭവം തെളിവുകൾക്കൊക്കെ അപ്പുറം, പഠനങ്ങൾക്കൊക്കെ മുമ്പ്, വരികളൊന്നും വായിക്കാൻ അറിയാത്ത കാലത്ത് നമ്മൾ ഹൃദയത്തിൽ ഇടം പിടിച്ച ഈ ഒരു ആനന്ദമില്ലേ, ഒരു ഹരം, എന്തോ ഒരു സുഖം, അത് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതാണ് സത്ത. അതിനെ ചൊല്ലിയാണ് ദിക്ർ ഹൽഖകൾ നടക്കുന്നത്. അതിനെ ചൊല്ലിയാണ് മൗലിദ് നടക്കുന്നത്. ആ ഫീൽ ഉണ്ടല്ലോ, അനുഭവം, അത് ഓരോ കാലത്തും ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലത്തും ആ അനുഭവത്തെയാണ് ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനിലുള്ള ആ അനുഭവമാണ് ആ പണ്ഡിതനിലൂടെ പ്രകടമാകുന്നത്. സത്തയിൽ ഇതൊക്കെ ഒന്നാണ്. ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല.
അതാണ് മാറാത്ത റബ്ബ് എന്ന് ഞാൻ പറഞ്ഞത്. ആ അനുഭവത്തിന് മാറ്റമില്ല, അതിന് മാറാൻ കഴിയുകയുമില്ല. അപ്പോൾ ആ തിരിച്ചു സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ ഒരിക്കലും മാറാത്ത ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ, സ്വഹാബത്തിലേക്ക് നമ്മൾ സഞ്ചാരമെത്തിയാൽ, ആ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരിലേക്ക് എത്തിയാൽ, അവരിലെല്ലാം ഉടനീളമുള്ള ഈ ഒരു സ്വഭാവത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇസ്ലാമിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും പറയാൻ. സ്വഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണമായി ഫോളോ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാൽ, സിദ്ദീഖ് തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ എനിക്ക് ഫോളോ ചെയ്യണം, നടക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റാൻ ഒരു മനുഷ്യന് കഴിയില്ല. കാരണം എന്താണെന്നറിയോ? നീ ഫോളോ ചെയ്യുന്നത് സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തെയാണ്. ആ ഹൃദയം അനുഭവിച്ച ഒരു സുഖമുണ്ട്, ഒരു ഹരമുണ്ട്. അതനുഭവിക്കാനാണ് നീ ആ സിദ്ദീഖ് തങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്നത്. പിടിച്ചാൽ കഴിയില്ല. സിദ്ദീഖ് തങ്ങളെക്കാൾ കൂടുതൽ റകഅത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞേക്കാം, ഉമർ തങ്ങളെക്കാൾ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞേക്കാം. എന്നല്ല ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഹജ്ജ് ചെയ്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. മുത്തുനബിയേക്കാൾ കൂടുതൽ ഹജ്ജ് ചെയ്തവരല്ലേ അവർ? അവിടത്തെക്കാൾ കൂടുതൽ നിസ്കരിച്ച എത്ര പേർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്? അവിടത്തെക്കാൾ കൂടുതൽ ആയുസ് ജീവിച്ച എത്ര ആളുകളുണ്ട്? എണ്ണമെടുത്താൽ എത്ര പേര് കൂടെയുണ്ട്? പക്ഷെ ആ എണ്ണത്തിലാണോ വിഷയം? അല്ല. ആ വണ്ണമാണോ? എങ്കിൽ ആ വണ്ണത്തെ ഫോളോ ചെയ്യാൻ പിന്നിൽ പോകുന്ന നമുക്ക് സ്വാഭാവികമായും ചിതറലും പതറലും അതതിന്റെ പ്രകൃതിപരമായ ഒരു സത്യമാണ്. ഒരു സ്നേഹത്തെ ഫോളോ ചെയ്യാൻ ഒരു സംഘത്തോട് കൽപ്പിക്കപ്പെട്ടാൽ, ഒരു വിശ്വാസത്തെ, ഒരു അനുഭവത്തെ ഫോളോ ചെയ്യാൻ ഒരു സംഘത്തോട് കൽപ്പിച്ചാൽ, സ്നേഹത്തെ ഫോളോ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും പ്രകടനം ഒന്നല്ല, ഒരുപോലെയല്ല, ഒരുപോലെ ആവുകയില്ല. ആവണമെന്ന് വാശി പിടിക്കാനും പാടില്ല. അപ്പൊ ഇത് വെറുതെ അല്ല ഈ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകളായി കാണുന്നവരുണ്ട്, ഇതൊക്കെ അമിതമാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ആദരവിന്റെ ലോകത്തുള്ള വ്യത്യസ്ത ഈ വൈവിധ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ അപകടമാണ്. സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഖാദിരിയ വരും, റിഫാഇയ വരും, നഖ്ശബന്ദിയ വരും, സുഹ്റവർദിയ വരും. സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ മാലിക്കി, ഹംബലി, വ്യത്യസ്ത ധാരകൾ ഫിഖ്ഹിന്റെ മേഖലയിൽ വരും, അശ്അരി, മതുരീദി വരും. ഇങ്ങനെ വേറെ 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 തലങ്ങളൊക്കെ വരും ചർച്ച ചെയ്യുമ്പോൾ. ഇതൊക്കെ വേറെ വേറെയല്ലേ? ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ഒരു സംഘടന, ഇതൊക്കെ വേറെ വേറെയാണ്, ഇതിനൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാണ്. സ്വഹാബത്തിന്റെ കാലം മുതലുള്ള ഈ മാറ്റങ്ങളിൽ പരിഹസിക്കുന്ന ഒരു സംഘമുണ്ട്. എന്നിട്ട് അങ്ങോട്ടൊന്നും പോണ്ട, എല്ലാവരും ഒന്നാവണമെന്ന് ഇന്നുവരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഘം. സ്വഹാബത്തിന്റെ കാലം മുതൽ പോകുന്നതിലുള്ള ഈ മാറ്റം, ആ മാറ്റത്തെയാണ് ഞാൻ ഈ ഉദാഹരണത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാറ്റമുണ്ട്, മാറാതെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. ഒരു ഉമ്മ മരിച്ചാൽ ആ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആ മരിച്ച വീട്ടിലിരിക്കണം, എല്ലാവരും വീടെടുത്ത് നോക്കിയാണ്. മൂത്ത കാക്കാക്ക് വലിയ വിഷമമൊന്നുമില്ല. ആ പെങ്ങൾ എന്ത് സ്നേഹമാണ് ഓൾക്കുമ്മാനോട്, നെഞ്ചത്തടിച്ച് കരയാണേ. അവളെ തുരിക്കത്ത് അതാണ്. ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരു സമയത്ത് ഒരുപോലെയാണോ കാര്യങ്ങളൊക്കെ പ്രകടമായത്? അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിൽ വിശ്വസിക്കുന്ന റബ്ബുമായുള്ള അവരുടെ വിശ്വാസത്തിൽ അള്ളാഹുവിന് വല്ല മാറ്റമുണ്ടെന്ന് അതിന്റെ അർത്ഥം. മാറൂല, റബ്ബ് മാറൂല. ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങൾക്കിടയിൽ മാറ്റമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ വിത്ർ നിസ്കരിക്കണം, അല്ല രാത്രി എഴുന്നേറ്റിട്ട് വിത്ർ ലാസ്റ്റ് തഹജ്ജുദിന്റെ ശേഷം നിസ്കരിച്ചാൽ മതി എന്ന് പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ നിസ്കരിച്ചിട്ട് കടന്നുറങ്ങും. അഥവാ ഉറങ്ങി പോവാണെങ്കിലോ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങ് സംസാരിച്ചു പോരുത്, ഉറങ്ങ്. അപ്പൊ അല്ലാഹ് മാറിയോ? പിന്നെന്താ മാറി? എന്തിനാണ് ഈ മാറ്റം? എങ്ങനെ സംഭവിച്ചു ഈ മാറ്റം? അപ്പൊ ഞാനതാ പറഞ്ഞത്, മാറുന്ന ഈ ലോകം മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും മാറുകയാണ്. പക്ഷേ മാറാത്തൊരു സ്നേഹത്തിന്റെ ഉള്ളിൽ അതിന്റെ കാമ്പ് ടച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന തർക്കമാണ് നമുക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹ്
എന്ന അനുഭവത്തിൽ തർക്കം, എന്ന വിലയിരുത്തലിൽ തർക്കം. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അല്ലാഹുവിനെ വേണ്ടതുപോലെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹുവിനെ വേണ്ടതുപോലെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ എത്ര തർക്കങ്ങളുണ്ട്. ചില ആൾക്കാരുണ്ട് തർക്കത്തിൽ തീരെ വരാത്തവര്. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. അവരുടെ നല്ല ജുബ്ബൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടോന്നറിയില്ല. അവരുടെ തബ്ലീഗ് ജമാഅത്തിന്റെ പേരിലും മറ്റു വഹാബിസത്തിന്റെ പേരിലൊക്കെ ഇവിടെ ഉണ്ട്. ആരെയും ആക്ഷേപിക്കുന്ന സദസ്സല്ലല്ലോ ഇത് നമ്മുടെ ചർച്ചയാണ്. അവരുടെ വേഷത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അല്ല, വേഷം കണ്ടാൽ വളരെ റാഹത്തായിരിക്കും. ഞാനതിനാ നേരത്തെ പറഞ്ഞത്, പ്രശ്നം ഈ ബാഹ്യമായ ജാടയിലൊന്നും അല്ല. അതല്ല നമ്മുടെ വിഷയം. പിന്നെന്താണ് വിഷയം? എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ഈ സങ്കല്പത്തിൽ, ഈ റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സത്യത്തിൽ, അവിടെ തന്നെയാണ് വിഷയം. ഒരു വിഷയവും വേറല്ല, അവിടെയാണ് വിഷയം. അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ വിശാലത ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾക്കറിയാം, ഒരു മഹാന്റെ കറാമത്ത് പറഞ്ഞാൽ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ അൽബകമെന്നോവ. ചിലവർക്ക് ഒരുപാടെ പോയി, ചിലവർക്ക് ഒരു റാഹത്തില്ല. അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങളോടല്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം? അവർക്ക് കേൾക്കാലോ. എന്താ പ്രശ്നം? ചാകത്തീനെ ജീവനീടിച്ചോവർ ചാകും കീലാശത്തെ നന്നാക്കി വിട്ടോവർ. ഒരു റാഹത്തില്ലായ്മ ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മൂലയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ഇടങ്ങറുണ്ടോ? നമ്മളെ വല്യമ്മ പാടിയ കേരളക്കരയിൽ മുസ്ലിം നാമധാരികളായി അന്ന് ആരൊക്കെയുണ്ടോ അവരെല്ലാം പാടിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സകലമാന പേരിൽ അറിയപ്പെടുന്ന സകല ആളുകൾക്കും ഇസ്ലാം എത്തിച്ചു കൊടുത്ത മുഴുവൻ ആളുകൾ ഒരുമിച്ച് പാടിയ ആ ബൈത്ത്, ആ പാട്ടൊന്ന് പാടുമ്പോൾ ഒരു ബേജാറുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ അല്ലാഹുവിനെ മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ബേജാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പലർക്കും. അല്ലാഹുവിനെ തിരിയാത്തവർക്കൊക്കെ അത് വലിയ പ്രശ്നമാണ്. അല്ലാഹുവിനെ മനസ്സിലായാൽ ആ പ്രശ്നം അവസാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസാരം തർക്കമില്ലാത്ത റബ്ബിനെ കുറിച്ച് മാത്രം. അപ്പോൾ ഒലിച്ചു പോകുന്ന തർക്കമേ ഇന്ന് കേരളത്തിലുള്ളൂ, ലോകത്തുള്ളൂ. ആ സത്തയിൽ അപകടമുണ്ട്, ആ വിശ്വാസത്തിൽ അപകടം പിണഞ്ഞിട്ടുണ്ട്. എന്താണ് റബ്ബ്, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? രോഗം മാറ്റുമെന്ന് പറയുന്നതിലും ഈ പറഞ്ഞ ഓരോ ഞാൻ കുപ്പിയകത്തുള്ളതുപോലെ ഹൃദയം കാണുമെന്ന് പറയുമ്പോഴൊക്കെ എന്തിനാണ് ഒരു ബേജാറും ഒരു ടെൻഷനും ഒരു സമാധാനം നഷ്ടപ്പെടലും? എന്തിനാണ്? ഇതെവിടെയാണ് പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് പറയുമ്പോ ആരാണ് റബ്ബ് എന്ന് തിരിയാത്ത ഒരു അപകടമാണ് ഇതിന്റെ കാരണം. ഇവരൊക്കെ ഭൗതികന്മാരുടെ വരികളിലൂടെ എന്ന് പറഞ്ഞാൽ ആത്മീയ ലോകത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ, ഈ ഭൂമി ഇതങ്ങ് അവസാനിക്കും, നമ്മളെ ജീവിതം കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പിന്നിൽ അവരറിയാതെ സഞ്ചരിച്ചിട്ടുണ്ട്. ശബ്ദം ശ്രവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൗതികവാദികളുടെ പിറകിൽ നിങ്ങൾ അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണത്? മരണം കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ഭൗതികവാദമുണ്ട്. മരണം കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നൊരു സംഭവം, ഒരു സങ്കല്പം, അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. അങ്ങനത്തെ ഒരു ചർച്ച തന്നെ ഇല്ലാത്ത ഒരു സംഘമുണ്ട് ഇവിടെ. നമ്മുടെ അത് എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ആ ക്ലിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മളെ മറ്റേ ചങ്ങായി പറഞ്ഞല്ലോ, ആത്മാവെന്നല്ല എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ടാ? അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തോന്നണ്ട. ഞാൻ സുന്നത്യമായത്തിന്റെ ആദർശ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് രവിചന്ദ്രൻ എന്താണ് ഉണ്ടായില്ല? എൻ്റെ മൊബൈൽ തന്നെ ആകും. ഇതാണ് ഞങ്ങൾ ഈ വന്നപ്പോൾ ഉണ്ടായ ഒരു ഗുണം. യുക്തിവാദികളുടെ പ്രഭാഷണ വേദികളിൽ ഇന്ന് കറങ്ങുന്ന ഒരു എന്താണ് രവിചന്ദ്രൻ, അദ്ദേഹം പറയുന്നത് ആത്മാവ് എന്നൊരു സാധനമില്ല,
അങ്ങനെ ഒരു സങ്കല്പം തന്നെ ഇല്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ജനിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ മരിച്ചിട്ട് ഇങ്ങനെ അവസാനിക്കും. അതങ്ങനെ കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ എങ്ങനെ കൂടുക? മരിച്ചതിന്റെ പിന്നാലെ ഇങ്ങനെ ഒരു പുച്ഛം വന്നില്ലേ? സുന്നികൾ മരിച്ചതിന്റെ പിന്നാലെ എങ്ങനെ കൂടുക? ഒരു ദിക്കറും ചൊല്ലി പിന്നെ അതിന്റെ പിന്നാലെ കൂടി പിന്നെ ഇങ്ങനെ 40 കഴിക്കും. പിന്നെ അതിന്റെ ഇങ്ങനെ ഓരോ മരണപ്പെട്ട് കഴിഞ്ഞാലും യാ റസൂലല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും യാ റസൂലല്ലാഹ്, ഇതിങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ട് കഴിഞ്ഞു, പിന്നെന്താണ്? അവസാനിച്ചു, പിന്നെ എന്താണ് നിങ്ങൾ എന്നുള്ള ആ മറ്റാളെ ചോദ്യം ഇവരറിയാതെ ചോദിക്കണില്ലേ? ഉണ്ടോ നിങ്ങൾ ചിന്തിക്കണം, അവർ ചിന്തിക്കണം. നിങ്ങൾ ശത്രുത്വ മനോഭാവത്തോടെ കേൾക്കരുത്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത്? മരിച്ചതിന്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരുടെ പേരാണ് മുസ്ലിമീങ്ങൾ. മരിച്ചതിന്റെ പിന്നാലെന്ന് ഓടി ഒളിക്കുന്നവരെ പേരാണ് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഭൗതികവാദികൾ. മരിച്ചിട്ടും വിടണില്ല. കാരണം എന്താ അറിയോ? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ മരണമാണ് തുടക്കം, മരണത്തോടുകൂടി തുടങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ കബറുമായിട്ട് അതാണ് ഞങ്ങളെ വിഷയം. അതാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അനുഭവിക്കുന്നതിന്റെ ശേഷമാണ്. അല്ലാഹു ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങൾക്ക് പ്രതിഫലം തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാ. പ്രവർത്തനം മുഴുവനും വന്നേക്കുള്ളതാണ്. അതുകൊണ്ട് മരണം അവ്വലു മൻസിലിൻ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആദ്യത്തെ വീടാണത്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ആത്മാവ് അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അടുത്തു വരൂ. അവസാനിച്ചിട്ടില്ല. ഔലിയാക്കന്മാരെ പിന്നാലെ മരിച്ചു പോയിട്ട് പിന്നെ കൂടുകയാണോ? ഈ ചോദ്യത്തിന്റെ അപകടം എന്താണെന്ന് തിരിച്ചറിയുന്ന ഈ ചോദ്യം അപകടം പിടിച്ച ചോദ്യമാണ്. ഇത് യുക്തിവാദിയുടെ ചോദ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മരിച്ചു പോയാൽ കൂടെ കൂടണമോ, അതല്ലെങ്കിൽ അങ്ങ് മറന്നു കളയണമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അതാണ് ദീനും തൗഹീദുമെങ്കിൽ മൂസാ നബിയുടെ മരണശേഷം, വഫാത്തിന്റെ ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നബി തങ്ങൾ മൂസാ നബിയെ കണ്ടു എന്ന് പിന്നെ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന്റെ ശേഷം വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൂസാ നബിയുടെ വഫാത്തിന്റെ ശേഷമാണ് മൂസാ നബിനെ കാണുന്നത്, നിസ്കരിക്കുന്നത്. ഈ മരിച്ചതിന്റെ ശേഷം നിങ്ങൾ ഇങ്ങനെ അയിമ കൂടുകയാണ്. അപ്പൊ മരണം ഒരു സമാപനമാണ്. അതോടെ കഴിഞ്ഞുപോയി എന്നൊരു വിഷയമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ മാറണം. ആദ്യം മരണം അവസാനിക്കലല്ല, ഒരിക്കലുമല്ല. ജനനം അത് തുടക്കവും അല്ല. ജനനം തുടക്കമല്ല, മരണം കൊണ്ട് അവസാനിക്കുകയും ഇല്ല. ജനിക്കും മുമ്പേ ഉള്ള നമ്മൾ, മരണശേഷവും നമ്മളുണ്ട്. ആ ആത്മാവിന്റെ ലോകത്തെ കുറിച്ച് പഠിച്ചവരും വിശ്വസിക്കുന്നവരുമാണ്. ആ വിഷയമാണ് മുസ്ലിമും അല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ് അവിടെ വെച്ചാണ്. അപ്പോഴാണ് ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നത് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാർ എന്ത് പറയാനാണ് വന്നത്? പ്രവാചകന്മാർ മുഴുവനും വന്നത് എന്തിനാ? മരണശേഷത്തെ കുറിച്ച് കാര്യങ്ങൾ പറയാനാണ് കാര്യമായിട്ട് വന്നത്. മരണശേഷത്തെ കുറിച്ച് പറയാൻ വന്നതാണ് അവർ. മരിക്കുമ്പോൾ അവസാനിക്കുമെന്ന് കരുതരുതെന്ന് പറയാൻ വന്നതാണ് അവർ. അപ്പോൾ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്. ആ രൂപത്തിൽ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോ, അത് വിശ്വസിക്കാതെ അങ്ങ് പറയണോ, അതല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടി പറയണോ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഇത് വിശുദ്ധ ഖുർആൻ നിസ്കാരത്തിലുള്ളതല്ലേ? നിസ്കാരത്തിൽ അയ്യുഹൻ നബിയ്യു എന്ന് ഇന്ന് നമ്മൾ പറയുകയല്ല ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി, അതോടെ അവസാനിച്ചു, ഖലാസ്. അങ്ങനെയാണോ? ആ വഫാത്തോടുകൂടി എല്ലാം അസ്തമിച്ചു എന്ന് പറയണമോ, അതല്ലെങ്കിൽ ഇല്ല ഇന്നും ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ വേർതിരിവിലേക്ക്, ഈ ഒരു പ്രശ്നത്തിലേക്ക് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ആരാണ്? ഈ ഭൗതികവാദം അടുപ്പിച്ചു കൊടുത്തതാരാണ്? അല്ലാഹുവിൽ നിന്ന് ഇവരെ അകറ്റിയതാരാ? അതാണ് ഞാൻ പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങുന്ന സർവ്വ അമ്പിയാക്കളും വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണെങ്കിൽ, അമ്പിയാക്കന്മാർ മുഴുവനും വന്നത് സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്താനാണെങ്കിൽ അതുണ്ട്.
എന്താണ് ഞാൻ എന്നുള്ള സങ്കല്പം. ആത്മാവ് എന്ന് പറയുന്ന മതം പറയുന്ന ഒരു സാധനം ഇല്ല. അതിന് ശാസ്ത്രീയമായ തെളിവില്ല, വസ്തുതാപരമായ തെളിവില്ല. അത് യുക്തിഹീനം കൂടിയാണ്. അതായത് കോമൺ ലോജിക് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല. നല്ല ചുരുക്കി വിഷയം അതല്ല, പക്ഷെ അത് ഇടയിലൊന്ന് കയറ്റിയിട്ടതാണ് ഞാൻ. ആത്മാവ് എന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞിങ്ങനെ വെറുതെ ആയിട്ട് കവറിങ്ങ് പോയി ഇങ്ങനെ കൊടുക്കുക. ആത്മാവ് എന്നൊരു സംഭവമില്ല. അബ്നാഉ ആദമോടലസ്തു എന്നുരത്തു നീ, അർവാഹുകൾ ബലാമൊഴിഞ്ഞു നാഥൻ തന്നെ നീ. പിന്നെ പരന്നു ഭുവനമിൽ മനുഷ്യകോടികൾ, അവർ തീർത്തു ജാതി വർഗവർണ്ണത്തിന്റെ സീമകൾ. അംലാക്കു ചൊന്ന വചനവും പുലർന്നു പാരിതിൽ, പുലർന്നു പാരിതിൽ. അബ്നാ ആദമോട് അലസ്തു ബിറബ്ബിക്കും എന്ന് അന്ന് ചോദിച്ചു റബ്ബ്. നമ്മളോടൊക്കെ ചോദിച്ചു. നമ്മളോട്, ഞാനും നിങ്ങളുള്ള ഒരു സഭയിൽ വെച്ച് അല്ലാഹു നമ്മളോട് ചോദിച്ചു അലസ്തു ബിറബ്ബിക്കും. നമ്മളെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലാതെ കൊണ്ട് നിഷേധിക്കരുത്, നമുക്ക് ബോധമില്ലാതെ കൊണ്ട് തള്ളിക്കളയരുത്. ആത്മാവിന്റെ ലോകം അങ്ങനെയാണ്. നമ്മൾ ജനിക്കും മുമ്പ് തന്നെ ഉള്ള നമ്മൾ മരിച്ചു കഴിഞ്ഞാലുമുണ്ട് ആ നമ്മൾ. ആ ഞാനാണ് ഞാൻ, ഇത് പറയുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അതിനെ നിഷേധിക്കുന്നവനാണ് യുക്തിവാദി. അതുകൊണ്ട് മരണശേഷം അവസാനിച്ചു എന്ന് കരുതരുതെന്ന് ലോകത്തെ പഠിപ്പിക്കാനാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി. മൂസാ നബി ഖബറിൽ വെച്ച് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൂസാ നബി കഴിഞ്ഞുപോയ കാലത്ത് ജീവിച്ച് വഫാത്തായി പോയി, അതോടുകൂടി അങ്ങ് അവസാനിച്ചു പോയ ആളാണെങ്കിൽ അല്ലാഹു ജീവിച്ചിരിക്കുന്ന റബ്ബ്, ഒരിക്കലും മാറാത്ത റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് മാത്രം അങ്ങ് പറഞ്ഞിരുന്നാൽ മതി. അത് മാത്രമാണ് തൗഹീദ്. അതാണ് തൗഹീദെങ്കിൽ പിന്നെ എന്തിനാണ് അതിൽ മായം കലർത്താൻ വേണ്ടി മൂസാ നബിയുടെ സംഭവം പറയുന്നത്? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ഉടനീളമുള്ളത്. മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ മഹാന്മാരെ കുറിച്ചുള്ള ചർച്ചയാണ് ഖുർആനിലുള്ളത്. ഖുർആനിൽ ഉടനീളമുള്ളത് അതാണ്. അതുകൊണ്ട് ഞാൻ പാരമ്പര്യം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളെല്ലാം അനുഭവിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലുള്ള അനുഭവം എന്താണെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിലെ അനുഭവം എന്താണെന്നാണ്. ഹൃദയത്തിലെ അനുഭവം, അതിനെ ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനു വേണ്ടിയാണ് ഈ നിസ്കാരവും നോമ്പുമെല്ലാം നമ്മൾ നിർവഹിക്കുന്നത്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്ഥാനമുള്ള ആളാണെന്ന് നമ്മൾ പറയുന്നു, പാടുന്നു, അംഗീകരിക്കുന്നു, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ പൂർണ്ണാർത്ഥത്തിൽ അങ്ങ് ഒറ്റയടിക്കില്ലാതെയാക്കിയില്ലെങ്കിലും അത് ജനഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലതും പടച്ചുവിടുന്ന ആളുകൾ പലപ്പോഴായി പലതും അവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാൽ വരെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുണ്ടോ? ഒന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ICUവിൽ ഉമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഉച്ചക്ക് ചാടിപ്പടഞ്ഞോടി വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതിന്റെ മാറ്റമാണ് കാണുന്നത്. കേട്ടോളൂ. അതെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി, അതെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അതിന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി മനുഷ്യനാണ്. മനുഷ്യൻ നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? റാഹത്തായില്ലേ? ആര് ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്ത്, എങ്ങനെ ചെയ്ത്. ഇതാണ് ശൈലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലും ചോദിക്കണം. ഇതാണ് ഇവരുടെ ശൈലി. ഇവർ പഠിപ്പിക്കുന്നത്, ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഇത്. അന്ധമായി അങ്ങ് സ്വീകരിക്കരുത്.
വമാ നഹാകും അൻഹു ഫന്തഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് നേരെ എതിരല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നാൽ അങ്ങ് സ്വീകരിച്ചേക്കണം. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വന്ന ആൾ പറയുന്നത് സ്വീകരിക്കരുത്, ചോദിക്കണം, ചോദ്യം ചെയ്യണം. അത് എന്തെങ്കിലും മനസ്സിലാകാതെ ചോദിച്ച് മനസ്സിലാക്കണം എന്നല്ല ആ ശൈലികൾ കേട്ട്, ചോദ്യം ചെയ്യണം. ഈ ശൈലിയാണ് ഇവരുടെ ശൈലി. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഇവരെല്ലാം ഒതുങ്ങുന്നത്, ഇവരെല്ലാം വിളമ്പുന്നത് അവരുടെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തലാണ്, അവരുടെ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ എതിർക്കൽ ഒരു വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് അവർക്ക് എന്താ പ്രശ്നം? അവരുടെ പ്രശ്നം അവരുടെ മേത്ത് കിടക്കുവോ, അതവർക്ക് പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഒരു ദിവസം തെറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ എന്തിനാ ചെയ്യണമെന്ന് മൗലവിമാർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഗൗരവം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. അവരതും അതിലപ്പുറം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അവർ പറഞ്ഞു, അതല്ല വിഷയം. അത് സ്വാഭാവികമായി അവർ പറയും. പിന്നെന്താ പ്രശ്നം? ഇതിവർ പറയണത് ആത്മാർത്ഥമായിട്ടല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്നതിൽ ഇവർക്ക് ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ് വിഷയം. അതെപ്പോഴാ മനസ്സിലാവുകയെന്നറിയോ? ഇവരെ മേത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. ഇവരെ മേത്തേക്ക് എടുത്ത ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പൊ ഈ രണ്ടും തമ്മിൽ തല്ലുണ്ടായപ്പോ ഇവർക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഇവർ ഈ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ചോദിക്കലായിരുന്നു. ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം അടിയും തുടങ്ങിയപ്പോ ഇവർക്ക് വിഷമായി, ബേജാറായി. അപ്പൊ മേത്തേക്ക് വന്നപ്പോ ഇവരുടെ ശൈലികൾ മാറി തുടങ്ങി. സ്വന്തത്തെ കുത്തുമ്പോഴാണ് ഇവർ സത്യം പറയുള്ളൂ. ഒരാൾ പറയുന്നുണ്ട്, തൗബ ചെയ്തത് 100 വട്ടം തൗബ ചെയ്താല് തെറ്റ് ചെയ്യാന്നുള്ളത് വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു അല്ല, ഇതെന്താ സംഭവം അറിയോ? ഈ ചിലപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കേട്ടാണ്, പക്ഷെ ഈ വിഷയങ്ങൾ കേട്ടിട്ടില്ല. അത് ഞാൻ ഇന്ന് കേട്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവും, പക്ഷെ വിഷയങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് മൂപ്പരെ കളിയാക്കുകയാണ്. സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞ ഒരു സാധുവാണ്. ഈ സാധുവിനെ കളിയാക്കണം. ഇത് ശരി, നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ മാപ്പ് പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ മാപ്പ് പറഞ്ഞത് ശരിയല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ തൗബ ചെയ്തത് വഞ്ചനയാണ്. തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ തൗബ ചെയ്തതെന്ന് സക്കരിയ സ്വലാഹി ചോദിക്കുന്നുണ്ട്. അപ്പൊ മേത്ത് കിടത്തി തൗബ ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഉസൂല്. ഞാൻ അതിനു വേണ്ടി പറഞ്ഞാണ്. വഹാബി ഉസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്താൽ പിന്നെ ആള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നബി ആണെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഉസൂൽ. ആ ഉസൂൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. സാധനം കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ നോക്കുക, അപ്പൊ ഞാൻ നിർത്തുള്ളൂ. ഇത് രണ്ടും കുഴഞ്ഞതുകൊണ്ടാണ് എന്റെ പ്രസംഗം എവിടെ എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോ പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിലും ഒരു ചതി മൂപ്പര് പറയാണ്, ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി. എന്ത്? ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം. അപ്പൊ അബ്ബാർ മൗലവി പറഞ്ഞ ശിർക്ക് തന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയാതിൽ ശിർക്ക്? അമ്പലക്കളവിനോട്. എവിടെയാതിൽ ശിർക്ക്? അലിമതിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാ. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങളെ കാപട്യം കാണിച്ചിനാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇത് നിങ്ങൾ തൗബ ചെയ്താ തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. മൂപ്പര് തൗബ ചെയ്യൂല വാക്കുകൊണ്ട്. അതിനുശേഷമല്ല തൗബ ചെയ്യൂല എന്ന് പറഞ്ഞൊരു വാക്യം നമുക്ക് കിട്ടുന്നുണ്ട്. അടുക്കി ഇപ്പൊ കേട്ടങ്ങള് ഇത് സംഭവിച്ച ഇവര് തമ്മിൽ പ്രശ്നമായപ്പോഴേ പ്രശ്നം മനസ്സിലായില്ല നിങ്ങൾക്ക്? ചെറിയ പ്രശ്നമാണ്, വലുതൊന്നുമല്ല. പണ്ട് ഒരു ഉമ്മ പറഞ്ഞേ, എന്റെ കുട്ടിക്ക് ഗൾഫ് പോകാനുള്ള എല്ലാം റെഡി ആയിക്കണ്, ആകെ 2 പേപ്പർ റെഡി ആവാനുള്ള, ഒന്ന് പാസ്പോർട്ട്, ഒന്ന് വിസയാണെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ റെഡിയാണ് എന്ന് പറഞ്ഞ മാതിരി ചെറിയ 2 വിഷയമാണ് ഇവർക്കിടയിലുള്ള പ്രശ്നം. ഒന്ന് ശിർക്കും, ഒന്ന് തൗഹീദും.
വേറെ പ്രശ്നമൊന്നുമില്ല. നിസ്കാരത്തിന് മറ്റു കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. സിർക്കിലും തൗഹീദിലും മാത്രമാണ് പ്രശ്നം. ആലോചിക്കേണ്ടതിന്റെ ഗൗരവം. അപ്പൊ അതിൽ ചെറിയ തൗബയും കാര്യങ്ങളൊക്കെ നടക്കണം. നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങോട്ടും തല്ലുണ്ടാക്കിയിട്ട് തൗബയാണെന്ന്. ചെറിയൊരു ശിർക്ക് ചെയ്തിട്ട് വലിയൊരു തൗബ ചെയ്യാണ്. ഇവർക്ക് ശിർക്കിന് വണ്ണും വലിപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം മുപ്പര് മറ്റാൾ ചെയ്ത ശിർക്ക് പിന്നെ മുപ്പര് പൊതു സമൂഹത്തിൽ തൗബ ചെയ്യാണ്. ആരാ ശിർക്ക് ചെയ്തത്? ഇവരുടെ നേതാവ് ശിർക്ക് ചെയ്ത് പ്രകാലം കഴിഞ്ഞിട്ട് ആ നേതാവ് പൊതുമധ്യത്തിൽ വന്നിട്ട് പറയാണ്, ഞാൻ ശിർക്ക് ചെയ്തത്, ഞാൻ തൗബ ചെയ്യാണ്, അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്യാണ്. അപ്പൊ മറ്റേ ശിർക്ക് അവിടുന്ന് ഈ ശിർക്കിനെ കളിയാക്കുകയാണ്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത് വിഷയം എന്താ വെച്ചാല്, അപ്പൊ ഇവർ ഈ നേതാക്കന്മാരാവാനാണ് വഹാബി അവിടെ. സാധനം കിട്ടിയാൽ മാത്രം നിങ്ങൾ ഇടണ്ട, ഞാൻ പറയുമ്പോട്ടാ നേതാക്കന്മാരാവാൻ വേണ്ടി വഹാബിയാണ്. അന്ന് സംഭവം എന്നറിയോ? അപ്പൊ നമ്മളെ മേത്ത് കിടക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും. ഇപ്പൊ ചോദിച്ചില്ലേ, എടാ ജി തൗബ ചെയ്തത് ശിർക്ക് ചെയ്തിട്ടല്ലടാ ജി, നീ അങ്ങനെ വിശ്വസിച്ചിട്ട് എന്നല്ല ജി തൗബ ചെയ്ത്? സക്കരിയ സാറേ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെന്തിനാ ജി തൗബ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബേജാറായല്ലോ. അപ്പൊ മൂപ്പര് മുത്തുനബിനെ കുറിച്ച് പറയാണ്. അവിടെയാണ് പോയിന്റ്. നമ്മക്കൊന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടേ? അതിന് ചെയ്യാവുന്ന ആരാ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. അല്ലാഹുവിന്റെ റസൂൽ പറയാണോ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. ആരാ പറയുന്നത്? ആരാ പറഞ്ഞത്? തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചില്ല? അവസാനം എന്താ പറഞ്ഞേ? തെറ്റെയ്യൂല. അവിടെയാണ് വിഷയം. ഇപ്പൊ എന്താ സംഭവിച്ചു? മൂപ്പര് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മൂപ്പർക്ക് സ്ഥാപിക്കേണ്ട ഘട്ടം വന്നപ്പോ ഉടനെ പിടിച്ച് സംഗതി ഉസൂൽ പൊളിച്ച്. സക്കരിയ സ്വലാഹി വഹാബിയുടെ ഒറിജിനൽ ഉസൂലാണ് പറഞ്ഞത്. അവർ ഉസൂൽ എന്താ വെച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടോ, എന്തോ ഒരു തരികട ഒപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഉസൂൽ. അതാണ്. അപ്പൊ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ 100 ചെയ്തെങ്കിൽ എന്തായാലും 100 ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അവർ കണ്ടത്. അപ്പൊ ചുരുങ്ങിയത് 100 തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ എഴുത്ത്. ആ ഉസൂൽ അടിസ്ഥാനത്തിലാണ് സക്കരിയ ഇവനോട് പറഞ്ഞത്. ഇവന്റെ ഉസൂല തന്നെയാണ്. പക്ഷെ മേത്തക്കിട്ട് എടുത്തപ്പോ ഒരു പെടച്ചിൽ പടഞ്ഞാണ്. അപ്പൊ മുപ്പര് പറഞ്ഞാണ്, പിന്നെ നബി തങ്ങൾ തെറ്റ് ചെയ്തിരുന്നോ? മുപ്പര് ചോദിക്കുകയാണ്. മുപ്പരെന്നെ മുപ്പർക്കെതിരെ ചോദിക്കുക. ഇല്ലല്ല, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തില്ലേ? അതേപോലെയാണ് ഞാൻ വലിയ മഹാൻ, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, വെറുതെ ഒരു ഇസ്തിഗ്ഫാർ ചെയ്തതാണ് എന്നാണ് മുപ്പര് വരുത്തി തീർക്കുന്നത്. അതിന്റെ ഇടയിലൂടെ ആ ഉസൂല് പൊളിഞ്ഞത് പറയാനാണ് ഞാനിത് കൽപ്പിച്ചത്. ഇത് ഒരാളതല്ല, ഇത് ഇവരുടെ മൊത്തം പ്രകൃതിയാണ്. നിങ്ങൾ കേൾക്കണോ? ഇമാമിങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി പറയും, അവർ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയും. ഇവര് മാറ്റിപ്പറിച്ചിട്ട് തുടങ്ങിയപ്പോൾ ആകെ പ്രശ്നമായല്ലോ. അപ്പൊ ചോദ്യം ചെയ്തപ്പോൾ പറയാണ്, ഞങ്ങൾ മാത്രമൊന്നല്ല മാറ്റി പറഞ്ഞു, ഓല് മാറ്റി പറഞ്ഞു. ഓല് മാറ്റി പറഞ്ഞിട്ട് ഓല് വലിയ ആൾക്കാർ തന്നെയല്ലേ. ഓല് മാറ്റി പറഞ്ഞിട്ട് ഓല് കൊളായിക്കണമെങ്കിൽ നിങ്ങൾ ഏതായാലും കൊളായി. ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മുഴുവനും, അറിയപ്പെട്ട ആലിമീങ്ങൾ മുഴുവനും, മുജ്തഹിദുകൾ മുഴുവനും അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് എന്നും ഒരേ അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും വളരെ വ്യക്തമായി, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹനീഫ. ആ അബൂ ഹനീഫ ഇമാം പറഞ്ഞത് എന്താ? ഫഇന്നനാ ബശറുൻ നഖൂലുൽ ഖൗലൽ യൗമ വനർജിഉ അൻഹു ഗദാ. അതെ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഇന്ന് ഞാനൊരു വാക്ക് പറയും, വനർജിഉ അൻഹു ഗദാ, നാളെ ഞാനത് മാറ്റിപ്പറയുമെന്ന് അബൂ ഹനീഫത്തുൽ കൂഫി. ആലോചിക്കാൻ അതിന്റെ വസ്തുതകളൊക്കെ പിന്നെ പറയാം, സമയം നീണ്ടുപോകും. ഞാനിത് ഇതിനു വേണ്ടി മാത്രം ഇട്ടതാ എന്ന് പറഞ്ഞാലേ, ഇവനക്ക് നാളെ മാറ്റി പറയണം. അപ്പൊ സമൂഹത്തെ സെറ്റ് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് അപകടം. ഇവൻ ഈ ആളുകളെ മുന്നിൽ എത്തിച്ചത് എന്ത് പറഞ്ഞിട്ടാ? അതെ, ഈ മദ്ഹബിന്റെ പിന്നാലെ നടക്കണ്ട, അവർ മാറ്റി പറയൂട്ടാ, ഇങ്ങോട്ട് പോരി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയപ്പോ ഇവർക്ക് ഇത് എന്നും ഒന്നും പറയാൻ കഴിയണില്ല. ഇവർ മാറുകയാണ്. വല്ലാതെ മാറിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ അവിടെ നിന്ന് മാറും എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിങ്ങൾ മാറുകയാണല്ലോ. അപ്പൊ അവര് വേറെ വിഷയമുണ്ട്, അവര് വലിയ ആളുകളാണ്. ആര്? അവർ. നിങ്ങൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോന്നത്? അവർ വലിയ ആളുകളാണ്. അവര് മാറ്റി പറഞ്ഞില്ലേ, പിന്നെന്താ നമുക്ക് മാറ്റി പറഞ്ഞാല്? നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ വിഡ്ഢികൾ എവിടേക്കാ എത്തിയവര്. അപ്പൊ ഇവര് മേത്തേക്ക് എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്. ഒരാളതല്ല,
ഇത് സക്കരിയ സ്വലാഹിയും സെയിം റോള് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 2 ക്ലിപ്പ് ഇത് മാത്രം ശരിക്കിട്ടാൽ കാര്യം മനസ്സിലാവും. എന്നാൽ ഇതാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞതും ഇമാമിങ്ങളായ മുജ്തഹിദുകൾ പറഞ്ഞ വാക്കിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അവരാരാണ്? ഇതെന്തു ബന്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് എനിക്കും അറിയാം, ഞമ്മക്കും പരിചയമുണ്ടെന്ന് ഞാഞ്ഞോള് പറഞ്ഞ മാതിരിയാണ്. മൂർക്കം പാമ്പ് കടിച്ചപ്പോഴേ ഞാഞ്ഞോള് പറഞ്ഞില്ലേ, നമ്മളെ ടീമിൽപ്പെട്ട ഫാമിലി പെട്ടതാണ്, അതും പാമ്പ് ഞാനും പാമ്പ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ബന്ധവും ഇവർക്കിടയിലില്ല. ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് ഖദീമും ജദീദുല്ലേ, പിന്നെന്താ എനിക്കുണ്ടായാല് എന്നാണ് ഇവർ ചോദിക്കണതെങ്കിൽ എവിടെ എത്തി ഇവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കാൻ. എത്ര പഠിച്ചാലും അയാളെ വിജ്ഞാനം തീരുന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ വിജ്ഞാനം വീണ്ടും വികസിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചില അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടത്. ഞാൻ പണ്ട് പറഞ്ഞ ജഹാലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറയല്ല. എടോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൗലും ഖദീമും കൗലും ജദീദും ഉണ്ടായത് എങ്ങനെയാ? പഴയ അഭിപ്രായം പുതിയ അഭിപ്രായം ഇല്ലേ മദ്ഹബിൽ? എങ്ങനെ? എന്താ അത് കാരണം? പഴയ അഭിപ്രായം എന്ന് പറയുന്നത് പണ്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. ഇയാൾക്കൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിന്നീട് പുതിയ അഭിപ്രായം ഉണ്ടാകാൻ കാരണം മുമ്പ് കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടിയപ്പോ പഴയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ച് അദ്ദേഹം തിരുത്താതിരുന്നില്ല. പഴയ അഭിപ്രായങ്ങൾ തിരുത്തി. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളിൽ 2 തരം അഭിപ്രായങ്ങൾ കാണാം: ഖൗലുൻ ഖദീം, ഖൗലുൻ ജദീദ്. ആരെങ്കിലും ഇമാം ഷാഫിയെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ടോ? ഇത് മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഒരു തെറ്റ് നമുക്ക് മുമ്പ് ആരെങ്കിലും ഇമാം ഷാഫിനെ എല്ലാം പറയുമോ? ഷാഫി മദ്ഹബ് സ്വീകരിച്ച് അശ്അരി തുരീഖിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ഒരു മഹാനം തോന്നില്ല കണ്ടാല്. മുമ്പ് ചോദിക്കണോക്കാണ്, ആരെങ്കിലും ഷാഫി ഇമാമിനെ പറ്റി എന്തെങ്കിലും പറയുമോ? ഈ കണ്ട കാലം വരെ പറഞ്ഞിട്ട് ഈ പിത്തന മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തിരിച്ചടിക്കണോ? സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങല്, അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത്. അദ്ദേഹം മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങല്, അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത്. പേരോട് ഉസ്താദിനെ പറ്റിയാണ് ഈ പറയണത്. അതാണ് പേരോട് ചെയ്യണതെന്ന് ഇപ്പൊ പറയണത്. പേരോട് ഉസ്താദ് പറഞ്ഞപ്പോഴേ ടെൻഷനായിട്ട് ചൂടായതാണ്. ടെൻഷൻ അടിച്ചിട്ട് അപ്പൊ ഷാഫി ഇമാമൊക്കെ മഹാനായി, അബൂ ഹനീഫ ഇമാം മഹാനായി, മുൻഗാമികളൊക്കെ വലിയ സംഭവമായി. മൂപ്പരൊരു സൂഫി ആയിട്ടാണ് മാറി. മേത്തക്കിട്ട് എടുക്കുമ്പോൾ സൈക്കൂല അവർക്ക്. അപ്പൊ സ്വയം ആളാവാനാണ് ഇവർ ഇതൊക്കെ ചെയ്തതല്ലാതെ വേറൊരാളോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഓൽക്ക് ഓല വലിയ ഇഷ്ടം. ആകെ ഞാൻ വായിച്ചെടുത്താണ്, ഞാൻ ചുരുക്കി പറയണം കേട്ടോ. ഇത് നിങ്ങളിൽ ആരെങ്കിലും ഈ കേൾക്കുന്നവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെച്ചോളൂ, ഓൽക്ക് ഓല വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരെ മേത്ത് കിടക്കുമ്പോൾ അവർ മൊത്തം മറിയണത്, മലക്കം മറിയും. നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ട് അവർ ഓരോ പ്രസംഗം കൊടുത്തിട്ട്. അപ്പൊ അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞ സമയത്ത് തിരിച്ചടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, തൊള്ളേ തോന്നിയത് വിളിച്ചു പറയാൻ അവർ ലൈസൻസ് ഉണ്ടാക്കി വെക്കുകയാണ്. ഇനി ഇതിലും വലിയൊരു അപകടമുണ്ട്. മഹാന്മാരായ ഇമാമിയങ്ങൾ, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാമിയങ്ങൾ, അവർ പറയുന്ന വിഷയവുമായിട്ടാണ് ഒരു ചുക്കും ചുണ്ണാമ്പില്ലാത്ത ഇവൻ ഇവിടെ വെച്ചിട്ട് അതിനോട് ഞാനും തൊള്ളേ തോന്നിയ പറയും. അവര് തൊള്ളേ തോന്നിയ പറഞ്ഞതാണോ? അല്ല. അവർ ഇമാമിങ്ങൾ ലെന്നെന്താണ്, ലെന്നിനെ റദ്ദ് ചെയ്യുകയില്ല. എന്താണ് ഇജ്തിഹാദ്, എന്താണ് മുജ്തഹിദ്, അവരുടെ ലോകം എന്താണ്, എന്താണ് ഖദീം, എന്താണ് ജദീദ്, ഈ മേഖലയെ കുറിച്ച് എന്താണ് ഇവനക്ക് വിവരമുള്ളത്, ഇവൻ ആരാണ്? എന്നിട്ട് ഇവിടെ ചെയ്യുന്ന തെറ്റും ഈ തൊള്ളേ തോന്നിയൊക്കെ ചെയ്യാനുള്ളതിന് അഡ്രസ്സ് വാങ്ങാണ്, അതിന് തെളിവുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ സ്വന്തത്തിലേക്ക് മടങ്ങുമ്പോൾ ഇവർ പ്രശ്നക്കാരാ.